ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് പഴയ ഷോൾ കൊണ്ട് ഇങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു ടോപ്പ് തയ്ക്കാൻ നോക്കാം. ഇത് വളരെ എളുപ്പമാണ് തയ്ക്കാൻ. ആദ്യം വേണ്ടത് ഇതുപോലത്തെ ഒരു ഷോളാണ്. ഇത് ജോർജറ്റ് ഷോളാണ്. ഇത് രണ്ടായി മടക്കുക. ഇത് ഇതുപോലെ നീളത്തിൽ മടക്കണം. ടോപ്പിൻ്റെ ലെങ്ത്ത് 25 സെൻറ്റിമീറ്ററാണ്. അത് ഇവിടെ അടയാളപ്പെടുത്തുക. മടക്കിയ വശത്തു നിന്നായിരിക്കണം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഈ ഭാഗം കൈയിൻ്റെ ഇറക്കം വരുന്നതാണ്. ഇവിടെ ഞാൻ എടുക്കുന്നത് 18 ഇത് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ വരയ്ക്കണം. ഇനി നെക്ക് വെട്ടാം. അതിന് വേണ്ടത് നെക്കിൻ്റെ വീതിയാണ് 3 സെൻറ്റിമീറ്റർ. നെക്കിൻ്റെ ഇറക്കം 2.5 സെൻറ്റിമീറ്റർ. ഇതുപോലെ യു ഷേപ്പ് മാർക്ക് ചെയ്ത് ഇങ്ങനെ വെട്ടിമാറ്റുക. ഇനി നമ്മൾ ആ യു ഷേപ്പ് വെട്ടണം. ആ മാർക്ക് ചെയ്തെടുത്തുനിന്ന് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. എക്സ്ട്രാ നമ്മൾ തയ്യൽ തുമ്പും കൂടി വിട്ടിട്ട് വേണം നമ്മൾ ഇതുപോലെ വെട്ടേണ്ടത്. ഇതിപ്പോൾ നമ്മൾ വെട്ടിക്കഴിഞ്ഞു. ഇതുപോലെ ഇരിക്കും ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ. ഇതിന് നമ്മൾ സർക്കിൾ ടോപ്പ് എന്നും പറയും. ഇനി കഴുത്തിൽ നമ്മൾ പൈപ്പിംഗ് വെച്ച് കൊടുക്കണം. അതിന് ഇതുപോലത്തെ ഒരു പീസ് 1 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച് വലുപ്പത്തിൽ വെട്ടി ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ തയ്ച്ച് മടക്കി വയ്ക്കുക. ഇനി നമ്മൾ മെഷർമെൻറ്റ്സ് അടയാളപ്പെടുത്താണ്. ഇവിടെ ചെസ്റ്റിൻ്റെ വീതി 20 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്താം. അതിൻ്റെ മിഡിൽ ഭാഗം 10 വരണം. ഇതുപോലെ 2 സൈഡും മാർക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ കൈക്കുഴി മാർക്ക് ചെയ്യണം. അത് 7 സെൻറ്റിമീറ്ററാണ്. അതും ഇതുപോലെ ആ പോയിൻ്റ് എവിടെയാണ് അവസാനിക്കുന്നത് അവിടെ മാർക്ക് ചെയ്യുക. അതിനുശേഷം താഴേക്ക് ഒരു ലൈൻ വരയ്ക്കുക. ഈ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടതാണ്. ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ഇവിടെ സ്റ്റിച്ച് ചെയ്യാം. ഇല്ലെങ്കിൽ വേറൊരു മെത്തേഡ് ഞാൻ കാണിച്ചു തരുന്നതാണ്. സൈഡ് ഭാഗം സ്റ്റിച്ച് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്ക്
ഈ മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ 18 സെൻറ്റിമീറ്റർ എടുത്ത് ഇതുപോലെ ഷേപ്പാക്കി ഒരു കുഞ്ഞി സ്റ്റിച്ച് കൊടുക്കാം. രണ്ട് സൈഡും ഇതുപോലെ ആ മാർക്ക് ചെയ്തെടുത്ത് മാത്രം ഒരു സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ രണ്ടും വേർപെട്ട് പോകില്ല. ഇതിപ്പോൾ നമ്മുടെ ടോപ്പ് റെഡി ആയി കഴിഞ്ഞു. താഴ്ഭാഗം ഇതുപോലെ സർക്കിൾ ഷേപ്പിലായിരിക്കും ഇരിക്കുന്നത്. ഇത് ഞാൻ രണ്ടാമത്തെ മെത്തേഡ് യൂസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തേക്കുന്നതാണ്.